മലയാളത്തിൽ നിന്നും ആദ്യമായിട്ട് ഇതാ ഒരു ടൈം ലൂപ്പ് ചിത്രം എത്തിയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാവുന്ന ഇന്ന് റിലീസിലെത്തിയിരിക്കുന്ന പുഷ്പക വിമാനം എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെ കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാളത്തിലെ ആദ്യത്തെ ടൈം ലൂപ്പ് ചിത്രമായ ഉല്ലാസ് കൃഷ്ണ സിജു വിൽസൺ ചിത്രം ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് മികച്ച ഒരു ട്രെയിലറും ടീസറും ഒക്കെ ചിത്രത്തിൻ്റെതായിട്ട് അണിയറ പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. രാജ്കുമാർ സേതുപതി അവതരിപ്പിക്കുന്ന റയോൺ റോസ് പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് ചിത്രം ഇന്ന് ഒക്ടോബർ മാസം 4 തീയതി തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് സിജു വിൽസനും ബാലു വർഗീസുമാണ് വന്നിരിക്കുന്നത്. ഇവരോടൊപ്പം തന്നെ നമൃത, ധീരജ് ഡെന്നി തുടങ്ങിയവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്ന സന്ദീപ് സദാനന്ദനും ദീപു എസ് നായരോടെ ചേർന്നാണ്. ഇവരെ കൂടാതെ മലയാളത്തിലെ ഒരു പ്രമുഖ യുവതാരം ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് എന്നും ഒരു അപ്ഡേറ്റ് ലഭ്യമായിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെതായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന ആലംബനം എന്ന് പറയുന്ന സോങ്ങിന് മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രണയം, സൗഹൃദം, അതിജീവനം എന്നീ ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് പുഷ്പകുമാരൻ എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിൽ സിദ്ദിഖ്, മനോജ് കെ ജയൻ, രന, പത്മരാജ്, രതീഷ്, സോഹൻ സിൻലാൽ, ഷൈച്ചു അടിമാരി തുടങ്ങിയവരൊക്കെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാണ് മലയാള സിനിമയുടെ ഇക്കാര്യത്തിൽ മികച്ച ഒരു ചിത്രമായിട്ട് മാറാനുള്ള സാധ്യത പുഷ്പകുമാരത്തിനുണ്ട്. എന്തൊക്കെയാണ് ട്രെയിലർ നൽകുന്ന സൂചന അതുതന്നെയാണ്. ടൈം ലൂപ്പ് ചിത്രം ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എത്രത്തോളം ചിത്രത്തിനെ സ്വീകരിക്കുമെന്ന് കണ്ടുനിരണം. തമിഴും തെലുങ്കിലും ഇതിനു മുമ്പ് ഇത്തരം പരീക്ഷണ ചിത്രങ്ങൾക്ക് വരികയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ നേരെ സാഹചര്യം തിരിച്ചാണ്. പരീക്ഷണ ചിത്രങ്ങളോട് പൊതുവെ വിമുഖത കാണിക്കുന്ന ഒരു സിനിമാസ്വാദകരാണ് മലയാള സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ പുഷ്പകുമാരൻ എന്ന് പറഞ്ഞ സിനിമ എത്രത്തോളം മികച്ചൊരു വിജയം ഇന്ന് സ്വന്തമാക്കുന്നു കണ്ടുതന്നെയറിയണം. ഏകദേശം ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് ഏകദേശം 9 മണിക്ക് ശേഷം കേരളത്തിലെ തിയേറ്ററിൽ നിന്നായിട്ട് ആരംഭിക്കുന്നതായിരിക്കും. ചിത്രത്തിന്റെ ദൈർഘ്യം നോക്കുകയാണെങ്കിൽ 2 മണിക്കൂറും 17 മിനിറ്റുമാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 12 മണിയുടെ അടുത്ത് ചിത്രത്തിന്റെ ആദ്യ ഷോ റിവ്യൂകളെല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം മികച്ച ഒരു ചിത്രമായിട്ട് മാറുമോ അല്ലെങ്കിൽ ദുരന്തമായിട്ട് മാറുമോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ പുഷ്പകുമാരൻ എന്ന് പറയുന്ന സിജു വിൽസൺ ചിത്രം കാണാൻ വേണ്ടി നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.